പച്ചക്കറി മേടിച്ചാണ്. ഇവിടെയുണ്ട് അതിൻ്റെ പഞ്ഞിപ്പുൽ പൊടി, മുത്താറിപ്പൊടി. ഇതാണെങ്കിൽ റോസ് പച്ചക്കറി മേടിച്ചാണ്. 5 റേത്തിൻ്റെ പച്ചക്കറിയാണ്. ഇവിടെയുണ്ട് അതിൻ്റെ ബാലൻസ് ഉണ്ട്. ഞാനിവിടെ അടുക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓരോരോ സെഷനാക്കി മാറ്റി വെക്കും. കറിവേപ്പില ഇതുണ്ടോ, മല്ലിയിലയുണ്ട്, അല്ല മല്ലിയിലയും പോട്ട് പുതിനയില, സോറി, അല്ലല്ലോ, മല്ലിയിലയുണ്ട് കേട്ടോ. മല്ലിയിലയും അതുപോലെ തന്നെ കറിവേപ്പിലയും കൂടെ ഈ സൈഡിലോട്ട് മാറ്റി വെച്ചു. അപ്പോൾ ഓരോന്നോരോന്ന് കണ്ടോ ഒതുക്കി വെക്കും. അപ്പം നമുക്ക് മാറ്റിയെടുത്ത് വെക്കാം. ഈ പച്ചമുളകൊക്കെ ആണെങ്കിൽ എടുത്ത് വെക്കുവാണെങ്കിൽ അതിൻ്റെ ഈ ഇതുണ്ടല്ലോ, ഈ ഒരു ഞെടുപ്പ് പൊട്ടിച്ച് മാറ്റിയെടുത്തൊക്കെ വെക്കുകയാണെങ്കിൽ കുറേ നാളൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പെട്ടെന്ന് അഴുക്കായി പോകത്തില്ല. ഇത് വള്ളിപ്പയറും ഉണ്ട്, അതുപോലെ തന്നെ ബീൻസും ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ 5 10 ദർഹത്തിൻ്റെ സാധനം മേടിച്ചിട്ടുണ്ട്. നമുക്കാണെങ്കിൽ ഓരോന്നിടത്ത് വെച്ച് കറി വെക്കാനുള്ളതൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊന്നും കളയണ്ട. കണ്ട, ഇതിപ്പോൾ ഒതുക്കി എടുത്ത് വെച്ച് കഴിഞ്ഞപ്പോഴത്തേന് ഇത്രയും ആണെങ്കിൽ 5 ദർഹത്തിൽ നിന്നുള്ളതാണ്. ഇത്രയും നമ്മുടെ ബീൻസ് കിട്ടിയിട്ടുണ്ട്, അതുപോലെ വഴുതനങ്ങ, പൊട്ടറ്റോ, ഒരു തക്കാളി, വലിയൊരു തക്കാളി കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കറിക്ക് വെക്കാനുള്ള ഒരു തക്കാളി ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ പിന്നെ ക്യാരറ്റ്, പിന്നെ ഇതുണ്ടോ, എല്ലാ സാധനവും, കുമ്പളങ്ങയും പടവലങ്ങയും എല്ലാം ഉണ്ട് കേട്ടോ. ഇപ്പം ഇന്നാണെങ്കിൽ ഒരു വെണ്ടയ്ക്ക ഉണ്ടോ, വെണ്ടയ്ക്കാണെങ്കിലും ഒരു നേരത്തെ മെഴുക്കോട്ടിക്കുള്ളതുണ്ട് സുഖമായിട്ട്. പച്ചമുളക്, അതുപോലെ വള്ളിപ്പയർ ഒരു തോരൻ വെക്കാനുള്ള സുഖമായിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നിപ്പം കുറവാണ് പച്ചക്കറി, അത് കാരണം കൊണ്ട് ഇത്രയും കിട്ടിയല്ല. ഇത്രയല്ല, ഇതിനും കൂടുതൽ കിട്ടേണ്ടതാണ്. അടുത്ത് അങ്ങനെ 5 ദർഹത്തിന് 2 കൂട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം നമുക്കൊന്ന് എടുത്തു വെക്കാം. കുറച്ചേറെ പച്ചക്കറികൾ മേടിക്കുന്ന സമയത്ത് നമുക്ക് ഓരോ പച്ചക്കറികളും നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ചിലപ്പോൾ അവിയൽ വെക്കാനായിരിക്കും, സാമ്പാർ വെക്കാനായിരിക്കും. അപ്പോൾ ആ ഓരോ നേരത്തേനുള്ള അല്ലെങ്കിൽ ഒരു പ്രാവശ്യം വെക്കാൻ ആവശ്യത്തിനുള്ള സാമ്പാറിന് ആവശ്യത്തിനുള്ള കഷ്ണങ്ങളെല്ലാം കൂടെ മുറിച്ച് ക്ലീൻ ചെയ്ത് നമുക്ക് ഒരു ബോക്സിലാക്കി നമുക്ക് ഫ്രീസറിൽ സൂക്ഷിക്കാവുന്നതാണ്. നമുക്കാണെങ്കിൽ എപ്പോഴാണോ ആവശ്യമുള്ളത് അതിനനുസരിച്ച് നമുക്കെടുത്ത് നമുക്ക് സാമ്പാറെങ്കിൽ സാമ്പാർ, അവിയലിനെങ്കിൽ അവിയലിൻ്റെ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്ത് മാറ്റി വെക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ജോലി എളുപ്പമാവും. ഇത് പച്ചക്കറികളൊന്നും അഴുക്കാകാതെ നമുക്ക് സൂക്ഷിക്കുകയും ചെയ്യാം. കാരണം ഈ പടവലങ്ങ, അതുപോലെ തന്നെ കുമ്പളങ്ങ അങ്ങനെയുള്ള ഒക്കെ ആണെങ്കിൽ ഇങ്ങനെ നമ്മൾ പച്ചക്കറി മേടിക്കുന്ന സമയത്ത് മുറിച്ചായിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അത് കുറച്ചൊന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ അഴുക്കായി പോകും ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ. അപ്പോൾ ഇതിങ്ങനെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു ബോക്സിലാക്കി ഫ്രീസറിൽ സൂക്ഷിക്കുകയാണെങ്കിൽ ഇത് പെട്ടെന്ന് അഴുക്കായി പോകാതെ നമുക്ക് എത്ര നാൾ വേണമെങ്കിലും കഴിഞ്ഞിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. പിന്നെ പിശുക്കൊന്നും കാണിക്കാതെ അത്യാവശ്യം നല്ല രീതിയിൽ പച്ചക്കറി അവർ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആണെങ്കിൽ ബോക്സിൽ ഞാൻ സെപ്പറേറ്റ് ഇങ്ങനെ അവിയലിനുള്ളത്, സാമ്പാറിനുള്ളത് അങ്ങനെ കഷ്ണങ്ങളാക്കിയൊന്നും വെച്ചിട്ടില്ലായിരുന്നു. ഓരോ കൂട്ടുകളാക്കി മാറ്റി മാറ്റി വെച്ചു. അപ്പം നമുക്ക് ഇപ്പം ബീൻസ് ആണെങ്കിലും ഒരു നല്ലൊരു തോരൻ വെക്കാനുള്ളത് ഉണ്ടായിരുന്നു. അതുപോലെ വള്ളിപ്പയർ എല്ലാം നമുക്ക് അത്യാവശ്യത്തിനുള്ളത് കാരണം കൊണ്ട് ഓരോരോ കൂട്ടാൻ വെക്കാമല്ലോ എന്ന രീതിയിലാണെങ്കിൽ ആക്കിയെടുത്ത് വെച്ചു. അതുപോലെ മല്ലിയില, കറിവേപ്പില എല്ലാം ഒന്നും കളയാതെ തന്നെ മാറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം എടുത്ത് ഒതുക്കി നമുക്ക് ഓരോ ബോക്സിലാക്കി എടുത്ത് വെക്കുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമാണ്. പിന്നെ നമുക്ക് ആ ഒരു കൂട്ടനുസരിച്ച് എടുത്താൽ മതിയല്ലോ. ബോക്സ് എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ എല്ലാം വൃത്തിയാക്കി എടുത്ത് ബോക്സിലാക്കി ഫ്രിഡ്ജിലെടുത്ത് വെച്ചു. അപ്പോൾ ടിഷ്യൂ ആണെങ്കിൽ ബോക്സിൻ്റെ അടിയിലും അതുപോലെ തന്നെ പിന്നെ കറിവേപ്പില ആണെങ്കിലും എല്ലാം ഇട്ട് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിലൊക്കെ വെച്ചിട്ടാണ് ബോക്സിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തെടുത്ത് വെച്ചേക്കുന്നത്.
റോസ്റ്റഡ് റാഗി പൗഡറാണ്, വറുത്ത കുവരപ്പൊടി, പഞ്ഞിപ്പുൽപ്പൊടി, മുത്താറിപ്പൊടി. ഇതാണെങ്കിൽ റോസ്റ്റഡ് റാഗി പൗഡറാണ്. അത് നമുക്ക് വെച്ചിട്ട് ദോശ ഉണ്ടാക്കും. ഇന്നൊരു ഹെൽത്തി ദോശയാണ്. അപ്പോൾ കുറച്ച് എഞ്ചിനാണെങ്കിൽ കുറച്ച് കുറുക്കുണ്ടാക്കി വേണമെന്ന് പറഞ്ഞു. ഇത്ര മതി അല്ലേ? ആക്കിയിരിക്കട്ടെ. എഞ്ചിന് കുറുക്കുണ്ടാക്കി കൊടുക്കാം. ഇന്ന് തന്നെ വേണം കുറുക്ക്. മാർക്കി ഇച്ചിരി കൊണ്ട് നീന്ന് ഇതാണ്. ഇനിയാണെങ്കിലേ ഇതിലോട്ടാണെങ്കിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നമുക്ക് ദോശയ്ക്ക് ആവശ്യമുള്ള ഉപ്പ് വേണ്ടേ? കുറച്ച് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്ക് വെള്ളം ഒഴിച്ച് നമുക്ക് ഇളക്കിയെടുക്കാം. ഇളക്കിയാണെങ്കിൽ ദോശയൊക്കെ നമ്മൾ ചുടത്തില്ലേ, ആ ഒരു ബാറ്റർ പരുവത്തി ആക്കാം കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ഇളക്കി എടുക്കാം. നല്ല പോലെ ഇളക്കാം അല്ലേ അമ്മി? അത് കട്ട കെട്ടാതെ ഇളക്കി ഇളക്കണം. ഓക്കെ. അപ്പോൾ നമ്മൾ ഇത് പാനെടുപ്പത്ത് വെച്ചു. പാനങ്ങോട്ട് തീ കത്തിച്ചു. അത് കഴിഞ്ഞിട്ട് നമുക്കിതങ്ങോട്ട് ഇച്ചിരി വെള്ളം കൂടുതലാണോ, ഇച്ചിരി പൊടി ഇടണോ, ഒരു ഡൗട്ട്. ചോക്ലേറ്റ് ദോശ. ഇതാണ് ചോക്ലേറ്റ് ദോശ. നമുക്ക് ദോശമാവ് കോരിക്കുന്ന പോലെ ഇതിങ്ങനെ കോരി ഒഴിച്ച് ഓക്കെ, ഇപ്പോൾ റെഡി. ഇപ്പോൾ നമ്മുടെ ദോശ സെറ്റായിരിക്കുന്നു. നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. നമ്മൾ എണ്ണ ഒഴിച്ച് കൊടുത്തിരിക്കുന്നു. സൈഡെല്ലാം കരിമരാന്ന് മൊരിഞ്ഞ് വരികയാണ് ഗൈസ്. ആ എണ്ണ ഒഴിച്ച സ്ഥലമൊക്കെ ഞങ്ങൾ കാണുക. നമ്മളിതിപ്പോൾ തിരിച്ചിടാൻ പോവുകയാണ്. ഇതൊന്ന് ഇച്ചിരാവട്ടെ, നമ്മൾ തിരിച്ചിടാം. നമ്മൾ ഓക്കെ. യെസ്, തിരിച്ചിട്ടു ഗൈസ്. സൈഡൊക്കെ മുറിഞ്ഞ് വരികയാണ്. ഇന്ന് വീഡിയോ എടുത്തേക്കുന്ന ഏഞ്ചുവാണ് കേട്ടോ. അപ്പോൾ അവൾ പെട്ടെന്നാണെങ്കിൽ നമ്മുടെ മുഖമൊക്കെ കാണിച്ചിട്ട് വീഡിയോ എടുത്ത്, ഞങ്ങളത് പ്രതീക്ഷിക്കാതെ ഇന്നൊരു വീഡിയോ ആയിരുന്നു. അപ്പം ഞങ്ങൾ വൈകുന്നേരമാണെങ്കിൽ റാഗി കൊണ്ട് ദോശയൊക്കെ റെഡിയാക്കി. പിന്നെ എനിക്കാണെങ്കിൽ കഴിക്കാവുന്നതേ ഉള്ളൂ. വലിയതായിട്ട് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചാൽ ഇഷ്ടമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് സത്യാവസ്ഥ. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ.